ആന്റോ ആന്റണിക്ക് മധുരം നൽകി എസ് ഡി പി ഐ സ്ഥാപക ദിനത്തിൽ ആയിരുന്നു പത്തനംതിട്ട എം.പി. ആന്റോ ആന്റണിയുടെ ഓഫീസിലെത്തിയ എസ്.ഡി.പി.ഐ നേതാക്കൾ മധുരം നൽകിയത്. പിന്നീട് എസ്.ഡി.പി.ഐ തന്നെ പുറത്തിറക്കിയ റീൽ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുള്ളത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇപ്പോഴിതാ ഈ റീലിൽ വളരെ വ്യക്തമായി കാണാം. നമുക്ക് സ്ഥാപക ദിനത്തിൽ എസ്.ഡി.പി.ഐ പ്രവർത്തകർ ഓഫീസിലേക്ക് എത്തുന്നത്, അവിടെ എത്തി മധുരം പങ്കുവെക്കുന്നത്, ഒപ്പം ഒരു കത്തടക്കം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളാണ് വ്യാപകമായ രീതിയിൽ പ്രചരിക്കപ്പെടുന്നത്. ഇതിൽ ആന്റോ ആന്റണിയുടെ പ്രതികരണമോ മറ്റോ വന്നിട്ടുണ്ടോ? അഭിലാഷേ, ഇത് രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് എസ്.ഡി.പി.ഐയുടെ സ്ഥാപക ദിനത്തിൽ എസ്.ഡി.പി.ഐയുടെ നേതാക്കൾ പത്തനംതിട്ടയിലെ ആന്റോ ആന്റണിയുടെ ഓഫീസിലെത്തി ലഡു നൽകി, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ലഡു നൽകിയത്. ഇത് പിന്നീട് എസ്.ഡി.പി.ഐ പ്രവർത്തകർ തന്നെ ചിത്രീകരിച്ച് റീലാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ റീൽസിലാണ് വലിയ രാഷ്ട്രീയ വിവാദവും ചർച്ചയുമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് നമ്മൾ എം.പി വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൽ അത്ര പ്രത്യേകിച്ചുള്ള കാര്യമില്ല, രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല. തന്റെ മണ്ഡലത്തിലെ ആളുകളാണ്, താൻ ഇവിടുത്തെ എം.പി ആണ്, അതാരായാലും വന്നാൽ അവരുടെ ഇന്ന് മധുരം സ്വീകരിക്കുക, അവർ ഓഫീസിൽ വന്നാൽ വരേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടും സാഹചര്യമില്ലെന്നാണ് എം.പി വ്യക്തമാക്കുന്നത്. ഇനിയും അവർ കൊണ്ട് ലഡു തന്നാൽ താൻ വാങ്ങി കഴിക്കും എന്നും അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി. പക്ഷേ അതിനകത്തൊരു പ്രശ്നം, നിലമ്പൂരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ വർഗീയ എസ്.ഡി.പി.ഐയുടെ വോട്ടുകളൊക്കെ യു.ഡി.എഫിന് ലഭിച്ചു എന്നുള്ളൊരു ആരോപണം CPM അടക്കം ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും. അതായത് ഇന്നിപ്പോൾ ദേശാഭിമാനിയിലെ ലേഖനത്തിലടക്കം പറയുന്നത് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് കോൺഗ്രസ് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി എന്നുള്ളതാണ്. BJP-യുടെയും എസ്.ഡി.പി.ഐയുടെയും വോട്ടുകൾ UDF-നാണ് ലഭിച്ചത്. അങ്ങനെയാണ് ആ വിജയം സ്വന്തമായത് എന്ന് ലേഖനത്തിൽ M.V. ഗോവിന്ദൻ ആരോപിക്കുന്നുണ്ട്. തീർച്ചയായും അഭിലാഷേ, ആ പശ്ചാത്തലത്തിലാണ് ഇത് ഗൗരവമായി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് കാര്യമായിട്ടുണ്ട്, വിവാദത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി MP തള്ളുകയാണ്. കാരണം തന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ്, അവർ ഓഫീസിൽ വരുന്ന സമയത്ത് തനിക്ക് അതിനകത്ത് പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാടൊന്നുമില്ല, താൻ ആ ലഡു വാങ്ങിച്ചു കഴിക്കും, ഇനിയും എസ്.ഡി.പി പ്രവർത്തകർ കൊണ്ടു തന്നാൽ താൻ വാങ്ങിച്ചു കഴിക്കുന്ന നിലപാടിലാണ് MP ഉള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CPM-ന്റെ വലിയൊരു ആരോപണം നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വർഗീയ കക്ഷികളുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചതെന്നുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും പരിഗണിച്ച ഒരു നേതാവ് ഇത്തരത്തിൽ ചെയ്യുന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അഭിലാഷേ. ഒപ്പം ഈ വിഷയത്തിൽ കൂടുതൽ, അതായത് ഈ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന തലത്തിൽ കൂട്ടുകെട്ടുകൾ ആണ് വലിയ ചർച്ചയായി നിലനിൽക്കുന്നത്. അതായത് എസ്.ഡി.പി.ഐ UDF-മായി സഹകരിക്കുന്നു. നേരത്തെ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ ന്യൂസ് ടെൻസിന്റെ ആദ്യത്തെ വിഷയമായി തന്നെ എടുത്തത് അതാണ്. അതിനൊക്കെ അപ്പുറത്ത് ഈ കഴിഞ്ഞ ദിവസം ആണ് പിണറായിയിൽ എസ്.ഡി.പി.ഐയുടെ സദാചാര വിചാരണയെ തുടർന്ന് ഒരു യുവതി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടാകുന്നത്. അതടക്കം ഒരുതരം മതകോടതികളായി വർത്തിച്ചു ഈ പ്രസ്ഥാനങ്ങൾ. ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ലേബലുണ്ട് എന്നതിനപ്പുറത്ത് മത സംഘടനകളായി തന്നെ പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കൂടി നിലനിൽക്കുമ്പോഴാണല്ലോ ഇങ്ങനെയൊന്നും നടന്നത്. ശശിനാരായണൻ, അഭിലാഷേ, അത് തന്നെയാണ്. അത് രാഷ്ട്രീയ നേതാക്കന്മാർ, കൂടുതലുള്ള നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് വന്നിട്ടില്ല. പക്ഷേ MP ഇത് പൂർണ്ണമായി തള്ളുകയാണ്. അത്തരം രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല തനിക്ക്. തന്റെ മണ്ഡലത്തിലുള്ള വോട്ടർമാരാണ്, താൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ MP ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എനിക്ക് തുല്യരാണ്. അതുകൊണ്ട് ഇതിനകത്തൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ അത്രയൊരു മാനത്തിന്റെയും ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് MP വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്റെ ഓഫീസിൽ വന്ന SDP പ്രവർത്തകർ തന്ന ലഡു വാങ്ങി താൻ കഴിച്ചു, ഇനിയും അവർ കൊണ്ടുവന്നാൽ വാങ്ങി കഴിക്കും എന്നുള്ള നിലപാടിലേക്കാണ് MP ഉള്ളത്. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം, ഈ RSSകാർ കൊണ്ടുതന്നാൽ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ പ്രസക്തിയില്ല, അത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണ വിധേയമായി നിൽക്കുന്ന കോൺഗ്രസിലെ CPM-നെതിരെ കോൺഗ്രസിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ MP-യുടെ ഈ നിലപാടുകൾ രാഷ്ട്രീയ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നു. അത് വലിയ തോതിലുള്ള വിവാദമായി മാറുന്നു. പക്ഷേ നേതൃത്വത്തിൽപ്പെട്ട ആരും തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്താൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. MP പൂർണ്ണമായി ഇതിനെ രാഷ്ട്രീയമായി കാണുന്നതിൽ നിന്നും തള്ളുകയും ചെയ്യുന്നുണ്ട്. അഭിലാഷ്, ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ സ്വന്തം മണ്ഡലത്തിൽ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നമുക്കറിയാമല്ലോ, അത്തരം മറുപടികൾ കൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ MP-ക്ക് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ എത്രയോ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ശശി തരൂരിൻ്റെ വിദേശയാത്ര. അവിടെ ഒരു MP എന്ന നിലയിലാണ് പോകുന്നത് എന്നുള്ളതല്ലല്ലോ വിദേശയാത്രയിൽ. ശ്രീ ആന്റോ ആന്റണി MP ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആന്റോ ആന്റണി, എസ്.ഡി.പി.ഐയുടെ പ്രവർത്തകർ താങ്കളുടെ ഓഫീസിലേക്ക് എത്തുകയും മധുരം നൽകുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് താങ്കൾ സ്വീകരിക്കാൻ തയ്യാറായത്?
അല്ല, എസ് ഡി പിയുടെ പ്രവർത്തകരൊന്നുമല്ല. എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ്, ഞാൻ അറിയുന്ന ആളുകളാണ്. എം പിയുടെ ഓഫീസ് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്കും രാഷ്ട്രീയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പൊതുസമൂഹത്തിൽപ്പെട്ട ആർക്കും എപ്പോഴും വരാവുന്ന ഒരു സ്ഥലമാണ്. അവരെന്റെ ഓഫീസിൽ വന്നു, അവരുടെ പാർട്ടിയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞ് മധുരം തന്നു, സ്വീകരിച്ചു. എനിക്ക് അതിന്റെ അകത്ത് യാതൊരു കുഴപ്പവും തോന്നുന്നില്ല. അല്ല, അതിലാണല്ലോ, അതായത് താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ മണ്ഡലത്തിലെ പ്രവർത്തകർക്കും ജനങ്ങൾക്കും ഒക്കെ വരാം. പക്ഷെ ഇത് രാഷ്ട്രീയമായി തന്നെ ഉള്ള ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടല്ലേ എത്തിയത്? രാഷ്ട്രീയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ വരാവുന്ന സ്ഥലമാണ് എം പി ഓഫീസ്. എം പി ഓഫീസിൽ എന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ വരുന്നു. ഞാൻ കൃത്യമായി പറയുന്നു, താങ്കൾ പറഞ്ഞത് ശരിയാണ്. താങ്കളുടെ മണ്ഡലത്തിലെ ആളുകൾക്ക് എത്താം. പക്ഷേ SDPയുടെ സ്ഥാപക ദിനത്തിൽ ആ ചടങ്ങിന്റെ ഭാഗമായി അവർ എത്തുകയും മധുരം നൽകുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. അല്ലല്ലല്ല, SDPയുടെ അവര് വന്നു, അവരുടെ അന്നത്തെ ദിവസം അവരുടെ സ്ഥാപക ദിനമാണ്, ഞങ്ങളുടെ എന്ന് പറഞ്ഞ് മധുരം തരുന്നു. അത് സ്വീകരിച്ചതിൽ എനിക്ക് യാതൊരു കുഴപ്പവും തോന്നിയിട്ടില്ല. അതാണല്ലോ ഇപ്പോൾ നേരത്തെ ശശിനാരായണൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇതിപ്പോൾ RSSന്റെ സ്ഥാപക ദിനത്തിൽ, BJPയുടെ സ്ഥാപക ദിനത്തിൽ ഒക്കെ വന്ന് മധുരം നൽകിയാൽ താങ്കൾ ഇതുപോലെ സ്വീകരിക്കുമോ എന്നുള്ളതായിരുന്നല്ലോ. കാരണം അവരിപ്പം പോകുന്നതല്ല, ഇടതുപക്ഷ ഓഫീസുകളിലാണ് അവർ പോകുന്നത്. അല്ല, താങ്കളുടെ ഓഫീസിൽ വന്നാൽ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലല്ല, ഞങ്ങളുടെ ഓഫീസിലൊന്നും അവര് വരത്തില്ല. കാരണം അവര് അല്ല, വരാതിരിക്കോ എന്തോ ആകട്ടെ, അങ്ങനെ വന്നാൽ സ്വീകരിക്കുമോ എന്നതിനൊരു മറുപടി ഉണ്ടോ? ശരി, അദ്ദേഹം പറയുന്നത് മണ്ഡലത്തിലെ ആർക്കും വരാമെന്നാണ്. അത് BJPക്കാരോ RSSകാരാണോ എന്നതിന് കൃത്യമായ മറുപടി ഇല്ലാത്തത് കൊണ്ടാകണം അദ്ദേഹം കട്ട് ചെയ്ത് പോയത് എന്നതുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണാൻ സാധിക്കില്ല എന്നത്. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ ശശി തരൂർ MP ആണ്, ജനപ്രതിനിധികളെയാണ് വിദേശ രാജ്യങ്ങളിൽ സിന്ദൂർ ഓപ്പറേഷനുമൊക്കെയായി ബന്ധപ്പെട്ട് അയച്ചത്. പക്ഷേ ശശി തരൂർ വലിയ തോതിൽ വിമർശനം കോൺഗ്രസിനകത്ത് നിന്ന് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു ടെലിഫോൺ ലൈനിൽ അദ്ദേഹം കട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കൃത്യമായി അറിയാം ആര് വന്നാൽ സ്വീകരിക്കണം, ആര് വന്നാൽ സ്വീകരിക്കരുത് എന്ന്. അങ്ങനെയല്ലേ ശശിനാരായണൻ? തീർച്ചയായും അത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് രാഷ്ട്രീയമില്ലെന്ന് MP തള്ളിപ്പറയുമ്പോഴും ഇതിനകത്ത് അപ്പുറം ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ നേതാക്കളുടെയിലും പൊതുസമൂഹത്തിനിടയിലും ഈ റീൽസ് പുറത്തു വന്നതിന് ശേഷം വലിയ തോതിൽ വിവാദമാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളോ ജില്ലയിലെ മുതിർന്ന നേതാക്കളോ മറ്റ് ആരും ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ SDPയുടെ സ്ഥാപക ദിനത്തിലാണ്, സാധാരണയല്ല, അഭിലാഷ് സൂചിപ്പിച്ച പോലെ സാധാരണ ദിവസമല്ല, SDPയുടെ സ്ഥാപക ദിനത്തിലാണ് NBയുടെ ഓഫീസിലെത്തി ഈ ലഡു വിതരണം നടത്തി അത് സ്വീകരിക്കുകയും ചെയ്തു. അത് സ്വീകരിച്ചാൽ രാഷ്ട്രീയമില്ലെന്ന് MP പറയുമ്പോൾ തന്നെ നിലമ്പൂർ അടക്കമുള്ള ഇലക്ഷനിൽ ഉണ്ടായ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ, ഈ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF ജയിച്ചതെന്നുള്ള CPMന്റെ ആരോപണങ്ങൾക്ക് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ രാഷ്ട്രീയ മാനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, യെസ്, അതാണ് ആന്റോ ആന്റണിക്ക് മധുരം നൽകി SDPI സ്ഥാപക ദിനത്തിലായിരുന്നു പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ ഓഫീസിലെത്തി SDPI നേതാക്കൾ മധുരം നൽകിയത്. എന്നാൽ അതിൽ രാഷ്ട്രീയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിക്കപ്പെട്ട സംഘടനയുടെ ആശയധാരയുമായി മുന്നോട്ട് പോകുന്ന സംഘടന എന്ന വിമർശനം SDPI നേരിടുന്ന പശ്ചാത്തലമുണ്ട്. അതേസമയം മറ്റ് RSS പോലെയുള്ളവർ ഇത്തരത്തിൽ മധുരം നൽകിയാൽ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായൊരു മറുപടി നൽകാനും തയ്യാറായില്ല. ഇടവേള.